Hi, hello, Assalamu alaikum. Welcome back to my YouTube channel. Hope you all guys are fine and good. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ്. ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം. എനിക്ക് തോന്നുന്നു എല്ലാ സ്ത്രീകൾക്കും അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഏതാന്നുള്ളതൊക്കെ തമ്പനയിൽ കണ്ടിട്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ വീഡിയോ കാണാൻ തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഇപ്പം വീട്ടിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഭാര്യമാരുടെ ഈ ഭാര്യ എന്ന് പോസ്റ്റുള്ളവരുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വീട്ടിൽ ഒരുപാട് ഇപ്പോഴും നമ്മൾ പറയും ഒരുപാട് കാലം മുന്നോട്ട് പോയി എല്ലാ പെൺകുട്ടികളും പഠിച്ചിട്ടുണ്ട്. അതൊക്കെ വെറുതെയാണ്. പഠിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ജോലിക്ക് പോകാത്ത ഒരുപാട് പെൺകുട്ടികൾ നമ്മളുടെ മുന്നിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഭാര്യമാർ എന്ന പോസ്റ്റിൽ നിൽക്കുന്ന ഈ സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ട് എന്നുള്ളത് എല്ലാ ഭർത്താക്കന്മാരും ഒന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഞാനത് പറയുമ്പം ചില ആണുങ്ങൾക്ക് അതിന് താല്പര്യം കാണില്ല. അതായത് എൻ്റെ വൈഫ് ജോലിക്ക് പോയിട്ട് വേണ്ട, അല്ലെങ്കിൽ എൻ്റെ വൈഫ് ജോലിക്ക് പോകുന്ന എനിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് അവൾ വീട്ടിൽ വേണം, ഞാൻ വരുമ്പോൾ അവൾ വീട്ടിൽ വേണം. ഇതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ കൺസേൺ ആണ്. ഇതിനൊന്നും ഞാൻ ഒരിക്കലും നെഗറ്റീവായിട്ട് പറയാനോ ഇതിനൊന്നുമല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറയാൻ വരുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഈ പറയുന്ന സ്ത്രീകളെ തന്നെ ഭർത്താക്കന്മാർ ഒരുപാട് സ്നേഹിക്കുന്നവരായിരിക്കും. അവർ മാത്രമായിരിക്കും ഇവരുടെ ലോകം എന്ന് പറയുന്നത്. അങ്ങനെ കാണുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ടാവും. അപ്പോൾ ഇവർക്കൊരു ആനിവേഴ്സറി വരുമ്പം, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ വരുമ്പം ഒരു കേക്ക് മുറിക്കാൻ, അല്ലെങ്കിൽ ഒരു ആനിവേഴ്സറി വരുമ്പം ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുക്കാൻ ഈ പൈസയ്ക്ക് ഒരാളോട് ഇറക്കേണ്ടി വരുന്ന അവസ്ഥ ശരിയല്ല? എത്ര ഇതുപോലെ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് സ്ത്രീകളുണ്ടായിരിക്കും. അപ്പം അവരെന്ത് ചെയ്യണം? അവർക്ക് തോന്നിപ്പോവും, ഒരു ഇൻകം ഉണ്ടായിരുന്നെങ്കിൽ. നിങ്ങൾക്ക് ജോലിക്ക് വിടാൻ താല്പര്യമില്ലെങ്കിൽ പുറത്തു പോകുന്നതാണ് ഞാൻ പറയുന്ന സ്ത്രീകളോടാണ്. നിങ്ങൾ പുറത്തു പോയി, അതായത് വീട്ടിൽ നിന്ന് പോയി ചെയ്യുന്ന ജോലികളോട് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ സ്വയം വരുമാനം വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾ പറയും, എനിക്കൊന്നിനും ടാലൻ്റ് ഇല്ല, എനിക്കൊന്നിനും കഴിവില്ല, എനിക്ക് അതിന് ഉള്ള ഒരു കാലിബർ ഉള്ള ആളല്ല ഞാൻ എന്ന് കരുതി നിൽക്കുന്നവരുണ്ടായിരിക്കും. അല്ല, എന്തെങ്കിലും ഒരു കഴിവുണ്ടാവുമോ? ഒന്ന് സ്വയം ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ വീട്ടിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന കാലഘട്ടമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഹോംലി ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഇന്ന് ജനം അംഗീകാരം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളുടെ. അപ്പം അങ്ങനെ എന്തെങ്കിലും നോക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളിപ്പോൾ കുട്ടികളുള്ള ഭാര്യമാരാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു മന്ത്ലി ഒരു ചിലവ് കൊടുക്കുമല്ലോ. അപ്പോൾ ഒരു 5000 രൂപ അല്ലെങ്കിൽ ഒരു 3000 രൂപ, ഡിപ്പെൻസ് ആണ്. ചിലപ്പോൾ കുട്ടികളുടെ ഫീസ് ഉണ്ടെങ്കിൽ അത് കൂട്ടിയിട്ടായിരിക്കും നിങ്ങൾ അയക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ഇതായിട്ടായിരിക്കും നിങ്ങൾ അയക്കുന്നത്, ഡിപ്പെൻസ് ആണ്. അപ്പം അങ്ങനെ നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് അയക്കാതെ, അത് കൂടാതെ ഇപ്പം അവളുടെ ചിലവിന് നിങ്ങൾ അയച്ചിട്ടുണ്ടാകും, പക്ഷെ അത് കൂടാതെ ഒരു ചെറിയ പൈസ, ഒരു 1000 രൂപയോ അല്ലെങ്കിൽ 2000 രൂപ അധികം അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അവർക്കൊരു പോക്കറ്റ് മണി അവരുടെ കയ്യിലുണ്ട്. ആ പെർട്ടിക്കുലർ പൈസ അവർ സേവിങ്സിനായിട്ട് എന്തായാലും വെക്കും. അങ്ങനെ ഒരു പൈസ അവരുടെ കയ്യിലുണ്ടാകുമ്പോഴും അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ്, അതായത് അവർ ചോദിക്കാതെ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതും നിങ്ങൾ ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അത് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അവരത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയുക. ഇങ്ങനെ ഒരു 500 രൂപ നിങ്ങൾ അയക്കുമ്പോൾ എനിക്ക് എക്സ്ട്രാ ഒന്ന് അയച്ചു തരുമോ? അങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം ഇപ്പോഴത്തെ ജനറേഷനിലുള്ള എല്ലാ ആണുങ്ങൾക്കും അത് മനസ്സിലാവുന്നവരൊക്കെ തന്നെയാണ്. അല്ലാന്ന് നിങ്ങൾ പറയരുത്, അത് ചെയ്യുക. അപ്പോൾ വേറൊരു കാര്യമുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ വീട്ടിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ പ്രായമുള്ള ഉമ്മമാരുള്ള ചില ഭാര്യമാരുടെ ഒരു പെണ്ണിനെ എടുക്കുകയാണെങ്കിൽ അവളുടെ ഉമ്മാക്ക് കുറച്ച് പ്രായം ഉണ്ടാകും. അപ്പോൾ അവരെ കാണാൻ പോകുന്ന സമയത്ത് ഒരു 100 രൂപ ഉണ്ടെങ്കിൽ ആ ഉമ്മാക്ക് എന്തെങ്കിലും കൊണ്ടുപോകായിരുന്നു. അങ്ങനെയുള്ളവരും ഉണ്ടാകും. ഇതെന്നല്ല, ഏത് സാഹചര്യമായാലും ചിലപ്പം അവരയച്ചു തന്ന പൈസ എന്തെങ്കിലും ഒരു സാഹചര്യവശാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ട് ആ മാസം നിങ്ങളൊന്ന്, ഇപ്പോഴത്തെ കാലത്ത് ഒരു ഡോക്ടറെ അടുത്ത് പോവുകയാണെങ്കിൽ 1000 ഉള്ളിടത്ത് 2000 ഇങ്ങനെയൊക്കെയാണ് ചിലവ് വരുന്നത്. മോൻ കരയാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ആ ഒരു അയച്ച പൈസ ചിലപ്പോൾ തീർന്നു പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഒരു കമ്മലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പീരീഡ്സ് ആയിട്ട് ഒരു പാഡ് വാങ്ങിക്കാൻ പൈസ ഇല്ല. വീണ്ടും നമ്മളിനി എങ്ങനെ പറഞ്ഞാലും
ഈ ചോദിച്ച് വാങ്ങുന്നതുണ്ടല്ലോ, അതിന് ഉപ്പാനോടായാലും ഭർത്താക്കന്മാരോടായാലും ബ്രദറിനോടായാലും ആരോടായാലും പൈസ ചോദിച്ച് വാങ്ങുമ്പോഴുള്ള ഒരവസ്ഥ, അത് നിങ്ങൾ ജെൻസിന് തന്നെ മനസ്സിലാകുന്നുണ്ടാവും. നിങ്ങളുടെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരാളോട് ഒരു 500 രൂപ ചോദിച്ച് വാങ്ങുമ്പോൾ നിങ്ങൾ എത്രത്തോളം മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കും. സ്ത്രീകൾ ഒരിക്കലും ഭർത്താക്കന്മാരതിൽ വാങ്ങിക്കേണ്ടവരാണ്, കല്യാണത്തിന് മുന്നേ ഉപ്പന്മാർ തന്നിട്ട് ജീവിക്കുക, അങ്ങനെയല്ല. സ്വന്തമായിട്ട് അവർക്ക് ഒരു പൈസ കയ്യിലുണ്ടാകുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻറ്റ് ലെവലുണ്ട്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഒരുപാട് എലാബറേറ്റ് ചെയ്ത് ഈ ഒരു ടോപ്പിക്ക് പറയുന്നില്ല. എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് കൂടില്ല. അപ്പം മെയിനായിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ, പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ വീട്ടിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ രീതിയിലും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കൂടും, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് പറയണം തോന്നി, നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം തോന്നി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സന്തോഷമായിട്ടിരിക്കുക. സന്തോഷം ഉണ്ടെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.